നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഇത്ര വലിയ കപ്പലുകൾ ബ്രേക്ക് ഇല്ലാതെ എങ്ങനെയാണ് പിടിച്ചു നിർത്തുന്നതെന്ന്? സാധാരണ കാറുകളിലും മറ്റു വാഹനങ്ങളിലൊക്കെ കാണുന്ന പോലുള്ള യാതൊരുവിധ ബ്രേക്കിംഗ് സംവിധാനവും കപ്പലിലില്ല. പിന്നെ എങ്ങനെയാണ് ആയിരക്കണക്കിന് ടൺ ഭാരമുള്ള ഇത്ര വലിയ കപ്പലുകൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുന്നത്? കപ്പൽ നിർത്തേണ്ട സ്ഥലത്തിന്റെ വളരെ മുമ്പ് തന്നെ, അതായത് മിനിമം ഒരു 10 മൈലെങ്കിലും മുൻപ് തന്നെ കപ്പലിന്റെ സ്പീഡ് പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരികയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. ഒരു നോർമൽ സിറ്റുവേഷനിലാണ് ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നത്. കാറുകളിലും മറ്റു വാഹനങ്ങളിലും ഒക്കെ കാണുന്ന പോലെ തന്നെ ഗിയർ ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ ഒരു സംവിധാനം കപ്പലിനുമുണ്ട്. ടെലിഗ്രാഫ് എന്നാണ് അതിന് പറയുന്നത്. അത് പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ട് വന്നിട്ടാണ് കപ്പലിന്റെ എൻജിൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. കപ്പലിന് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത് പ്രൊപ്പല്ലറുകളാണ്. കപ്പലിന് വേണ്ട ത്രസ്റ്റ് നൽകുന്നത് പ്രൊപ്പല്ലറാണ്. കപ്പലിന് നിർത്തേണ്ട സ്ഥലം എത്താറാവുമ്പോൾ സ്പീഡ് ഒരു നോർമൽ രീതിയിലോട്ട് കുറഞ്ഞു കഴിയുമ്പോൾ മുൻപോട്ട് കറങ്ങുന്ന പ്രൊപ്പല്ലർ പുറകോട്ട് കറങ്ങിയാണ് കപ്പൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നത്. അതായത് റിവേഴ്സ് ത്രസ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ചില സമയത്ത് കപ്പൽ കരയ്ക്കടുപ്പിക്കാൻ നേരത്ത് നമ്മുടെ സഹായത്തിന് വേണ്ടിയിട്ട് ടഗ് ബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബോട്ടുകളും വരും. ഈ ടഗ് ബോട്ടുകൾ റോപ്പ് വഴി നമ്മുടെ കപ്പലുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവ ശരിക്കും നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനുള്ള ചെറിയ ബോട്ടുകളാണ്. ഇവർക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നിന്ന നിൽപ്പിൽ തിരിയാനുള്ള കഴിവുമുണ്ട്. ഒരു കപ്പലിനെ പിടിച്ചു നിർത്താനും അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനൊക്കെ ടഗ് ബോട്ട്സ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നീട് കപ്പൽ പൂർണ്ണമായിട്ടും ഒരു സ്റ്റോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ അവിടെ പിടിച്ചു നിർത്തുന്നത് ആങ്കേഴ്സ് ആണ്. 2 ആങ്കറുകളാണ് സാധാരണയായി ഒരു കപ്പലിൽ ഉണ്ടാവാറുള്ളത്. കപ്പൽ പിടിച്ചു നിർത്തേണ്ട സ്ഥലം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ആങ്കർ ആ ഒരു പൊസിഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ആങ്കർ സീബെഡിൽ ചെന്നതിന് ശേഷം അവിടെ ഒരു കൊളത്ത് പോലെ അത് പിടിച്ചിരിക്കും. നീളമുള്ള വലിയൊരു ചങ്ങല വഴിയാണ് ഈ ആങ്കറും കപ്പലും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ആങ്കർ ചെയിൻ എന്നാണ് ഇതിന് പറയുന്ന പേര്. കപ്പലിനെ ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്താൻ സഹായിക്കുന്നതും ഈ ആങ്കർ സിസ്റ്റം തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ സ്പീഡ് റിഡക്ഷനും ടഗ് ബോട്ട് അസിസ്റ്റൻസും മൂറിംഗ് റോപ്സും ആങ്കർ ചെയിനും ആങ്കേഴ്സും എല്ലാം ചേർന്ന ഒരു കോമ്പിനേഷൻ സിസ്റ്റമാണ് കപ്പലിന്റെ ബ്രേക്കിംഗ് സിസ്റ്റം. ഇത് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ കാണുന്ന പല അപകടങ്ങളും കൂട്ടിയിടികളും ഒക്കെ ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് യാതൊരുവിധ ബ്രേക്കിംഗ് സംവിധാനവും ഇല്ലാതെ ഒരു കപ്പൽ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി അവിടെ സ്റ്റോപ്പ് ചെയ്തിടുന്നത്. കപ്പലിനെ പറ്റി ഇതുപോലുള്ള അറിവുകളൊക്കെ നേടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.